പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, എന്നാൽ തരാമെന്ന് വെച്ചാൽ നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മുന്നിൽ വണങ്ങി നിന്നാൽ ഞങ്ങൾ അങ്ങോട്ട് തരാം എന്നല്ലേ അതിനർത്ഥം? ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? നമ്മളെല്ലാവരും മലയാളികളല്ലേ? അപ്പോൾ ഒരു മലയാളികളുടെ കേന്ദ്രമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ? അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞതിന് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. അല്ലല്ല, ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ പിന്നോക്ക പ്രദേശങ്ങൾക്കാണ് കൂടുതൽ. നീ വേണ്ട, എനിക്കറിയാലോ, ഞാൻ കേട്ടതാണ് ഞാൻ പറയണത്. പിന്നോക്ക പ്രദേശങ്ങൾക്കാണ്, പിന്നോക്ക സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ബജറ്റിൽ അലോക്കേഷൻ ഉണ്ടാവുക. അത് സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റ് വന്ന സമയത്ത് ഇതേപോലത്തെ ചില ചർച്ചയുണ്ടായി. ഒരു മിനിറ്റ്, ഞാൻ കേട്ടതാണ്, സമയം കളയണ്ട, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ കേൾക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തോളൂ. അദ്ദേഹം ജോർജ് കുര്യൻ പറഞ്ഞ അതാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. എൻ്റെ പോയിൻ്റ് അതല്ല. എൻ്റെ പോയിൻ്റ് ഈ ബജറ്റ്, നിങ്ങളെന്താ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഈ ബജറ്റ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്നത് കേരളത്തിനാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ജോർജ് കുര്യൻ പറഞ്ഞ് കേൾക്കാത്ത ആളുണ്ടെങ്കിൽ ചിലപ്പോൾ സംശയിക്കും. ഒന്നത് കേട്ടിട്ട് നമുക്ക് വരാം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കുക, അല്ല ഗവൺമെൻറ് അല്ലല്ലോ.